ഗൈസ്, ഇന്നലെ നമുക്ക് കിട്ടിയ നടുവയാണ്. നമ്മളിന്ന് ബിരിയാണി വയ്ക്കാൻ പോവുകയാണ്. അത്യാവശ്യം വലിപ്പമുള്ള നടുവയാണ്. ഒരു 4 കിലോ സൈസ് വരും. ഇന്ന് ബിരിയാണി വയ്ക്കാൻ പോവുകയാണ്. ബിരിയാണി വയ്ക്കുന്നതിൻ്റെ ഭാഗങ്ങളെല്ലാം നമ്മളെ ചാനലിൽ കൂടെ കാണാവുന്നതാണ്. ഫിഷ് ക്ലീൻ ചെയ്യുകയാണ്. ഇന്ന് തലഭാഗം നാളെ കറി വയ്ക്കാനായിട്ട് തിരിക്കുകയാണ്. ഇത് ബിരിയാണിക്കായിട്ട് വാൽഭാഗം മാത്രമായിട്ട് തിരിക്കുകയാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന ഞങ്ങൾ വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും. ഇത് നമ്മൾ റൗണ്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ 4 പീസാക്കുകയാണ്. ഓക്കെ, 4 പീസാക്കുകയാണ്. അതിനുശേഷം കാണിക്കാം. അതായത് ബിരിയാണിക്കായിട്ടുള്ള പീസാണ്, ചെറിയ സൈസ് പീസാണ് വെട്ടി വെച്ചിരിക്കുന്നത്. കുറച്ചേ എടുത്തിട്ടുള്ളൂ. നമ്മൾ 4 പേരുള്ള, ഞാൻ 2 കുട്ടികളും മാത്രമല്ല, 4 പേര്. ഞങ്ങൾ ഫിഷിനുള്ള മസാല റെഡിയാക്കുകയാണ്. ഒരു 4 സവാള അരിഞ്ഞത്, ഒരു ഫുൾ വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ അരിഞ്ഞത് ഇട്ട് നന്നായി എണ്ണയിൽ വഴറ്റിയെടുക്കുക. അതായത് കറിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഫിഷ് കറിക്കുള്ള കറി അതിലൂടെ ഡ്രൈ ആക്കിയിട്ട് അതിലൂടെ മിക്സ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. ഇത് സവാള ഇതാക്കി എടുക്കുകയാണ്, മൂപ്പിച്ചെടുക്കുകയാണ്. കിസ്മിസും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ച ഫിഷ് ഷാലോ ഫ്രൈ ചെയ്യാനാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് ഒരു ഹാഫ് അവർ മാരിനേറ്റ് ചെയ്ത് വയ്ക്കും. ഫിഷ് ഷാലോ ഫ്രൈ ചെയ്യണേ. ഷാലോ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തോട്ടിടും. അന്നേരം വീഡിയോ കാണിക്കും. ഞങ്ങൾ ഫ്രൈ ചെയ്ത ഫിഷ് മസാലയിട്ട് ഇളക്കിയിട്ടുണ്ട്. നല്ല രീതിക്ക് ഒന്ന് തിളയ്ക്കുന്ന വരെ, തിളച്ചൊന്ന് പറ്റുന്ന വരെ ചെയ്യണം. ഞങ്ങൾ അരി സെപ്പറേറ്റാണ് വേവിക്കുന്നത്. വേവിക്കുന്നതിനുള്ള വെള്ളമാണ്. ഇതിൽ പട്ട, ഗ്രാമ്പു, കറുവപ്പട്ട എല്ലാം ഇട്ടിട്ടുണ്ട്. 1 കിലോ റൈസ് കഴുകി ഊറ്റി വാരി വെച്ചിരിക്കുകയാണ്. ഇവിടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ ഇതിലോട്ടിടും. അരി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നെയ്യ് ഒഴിക്കുന്നു. കടൽ ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ദം ചെയ്യാനുള്ള ബിരിയാണി റൈസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദം ചെയ്യാനായിട്ട് ഫസ്റ്റ് ഒരു ലെയർ ഇടുകയാണ്. മുകളിൽ കുറച്ചുകൂടെ നെയ്യ് ഒഴിക്കുകയാണ്. കുറച്ച് ഭാഗം നെയ്യ് ഒഴിക്കുകയാണ്. വറുത്ത് വെച്ചിരുന്ന ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എന്നിവ ഇടുകയാണ്. അടുത്ത ഞങ്ങൾ ഫിഷ് ഇതിനകത്ത് വെച്ച് സെറ്റ് ചെയ്യാണ്. അതിന് മുകളിൽ ഞങ്ങൾ വീണ്ടും റൈസ് ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഇട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എല്ലാം ഇട്ടിട്ടുണ്ട്. കുറച്ച് പൈനാപ്പിൾ ഇടുകയാണ്. അതിന് മുകളിൽ കുറച്ച് മല്ലിയില, പുതിനയില ഇവ ഇടുകയാണ്. പുതിനയിലയുണ്ട്. എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അടപ്പ് ക്ലോസ് ചെയ്തിട്ട് കുറച്ച് നേരം ദം ചെയ്യും. ഇത് നമുക്കറിയാവുന്ന രീതിയിലുള്ള ഒരു സാധാ ബിരിയാണിയാണ്. സാധാ ഒരു ഫിഷ് ബിരിയാണി. നമുക്ക് സാധാ നോർമലായിട്ടുള്ള നമുക്കറിയാവുന്ന രീതിക്കുള്ളത്. വേറെ നല്ല രീതിക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും, നമുക്കറിയത്തില്ല. നമ്മൾ സാധാ രീതിക്ക് ചെയ്യുന്നതാണ്. അതായത് ദം ചെയ്യാനായിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ദം ചെയ്യാനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ തുറക്കാൻ പോവുകയാണ്. സൈഡിൽ നിന്ന് ദം പൊട്ടിച്ച് ഓപ്പൺ ചെയ്തു.
ഉം.